ഈ പെരുന്നാളിന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ പുഡിംഗ് ആയാലോ. തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് അപാര ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മാങ്ങ സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല പഴുത്ത 2 മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ടൈപ്പിലുള്ള മാങ്ങയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ആണോ നമ്മളിത് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം മുഴുവനായിട്ട് കണ്ടൻസ് മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കുറച്ച് പാലും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് മിൽക്ക് മിക്സ് ഒക്കെ നമ്മുടെ ട്രസ്ലേച്ചസ് മിൽക്കൊക്കെ ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടെ. ഞാൻ ബദാമും കാഷ്യൂസുമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഉണ്ടാകുമ്പോഴായിട്ട് അതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ക്രീമി ആയിട്ട് കിട്ടും. ഈ രീതിയിലാക്കിയെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ സിമ്പിളാണ് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സിമ്പിളാണ്. ഈ ഒരു മാംഗോ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡായുന്ന രീതിയിൽ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അരികുവശം കളഞ്ഞിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡെല്ലാം നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല നട്ട്സിൻ്റെ ഒക്കെ ആ ഒരു മിക്സ്, നട്ട്സും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ്, അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതൊക്കെ നമ്മൾ ആ ഒരു പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപാര ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു പുഡിങ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിത് അതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതുപോലെ അരികുവശം കളഞ്ഞിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ആ ഒരു മാംഗോ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ആ ഒരു ഷോട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലൂടെ ഒഴിച്ച് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അതും കുറച്ച് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്ത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണേ. അതൊക്കെ വരുമ്പോൾ ഈ ഒരു പുഡിങ്ങിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം സിമ്പിളാണ്. അതേപോലെ തന്നെ ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ സെറ്റാവാത്ത പ്രശ്നവും വരില്ല. നല്ല ക്രീമിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാംഗോ മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് മുകളിലൂടെ നമുക്ക് ട്രസ്ലേച്ചസ് മിൽക്കൊക്കെ ഒഴിച്ച് സെർവ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ സെർവ് ചെയ്യുക. ആ ഒരു മാംഗോ മിക്സിലും കൂടെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മുകളിൽ വേണമെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും നട്ട്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു പെരുന്നാളിന് ഏത് പുഡിങ് ഉണ്ടാക്കുന്ന ആലോചിച്ച് നടക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്